ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും അതുപോലെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഒരു മനോഭാവം എന്താണ്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ്, തേർഡ് പാർട്ടിയുമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്കുള്ളത്, തേർഡ് പാർട്ടിയോട് അവർക്കുള്ള മനോഭാവം എന്താണ് അവരുടെ ഒരു ഫീലിങ്സ്, തേർഡ് പാർട്ടിയോടെ എടുത്ത് അവർക്കുള്ള ഒരു മനോഭാവം എന്താണ്, അവരിപ്പോൾ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്, തേർഡ് പാർട്ടിയുടെ ഉള്ള അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടവർ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിലെ ആളുകൾ കൂടുതലും ഈ ഒരു സ്പ്രെഡ് വന്നിരിക്കുന്നത് കൂടുതലും റെസിനേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരുമായിട്ടാണ് എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയുള്ള ഒരു സ്പ്രെഡാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവരിപ്പോൾ ഇവരുടെ ഫാമിലിയുടെ കൂടെയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലവർക്ക് അത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ലൈക്ക് ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെയോ കൂടെ വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഇവിടെ കൂടുതലും ഒരു എനർജി കിട്ടുന്നത് അവരവരുടെ ഒരു അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ചിൽഡ്രൻസ് ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആ ഒരു രീതിയിൽ സുഖമായി കഴിയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം അങ്ങനെയാണ് ഈ ഒരു സ്പ്രെഡിന്റെ ഒരു കിടപ്പ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് യാതൊരുവിധ പ്രതീക്ഷയുമില്ലാത്ത ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത്. അതായത് അവർ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ, യാതൊരുവിധ പ്രതീക്ഷയുമില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കാണാനോ നിങ്ങളെ സംസാരിക്കാനോ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടുണ്ടാകുമോ എന്നൊന്നും ഒരു പ്രതീക്ഷയും ഈ വ്യക്തിക്കില്ലാത്തൊരു സമയമാണെന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നു. അവർക്ക് അവരുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവരുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എൻഡിങ് തന്നെയാണ് ഇത് എന്ന്, ഇനി ഒന്നും ഉണ്ടാവില്ല ഇതിന് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനമായി, എൻഡായി, മൊത്തം തകർന്നു പോയി, ഇനി ഒരിക്കലും ഒരുമിച്ച് ചേരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. അതേസമയം ഇവരിപ്പോ ആയിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ അവരൊട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണുന്നത്. അതായത് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു, മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ട് അവർക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് ഒരുപാട് തവണ ആഗ്രഹമുണ്ട്. അവർ ഒരുപാട് തവണ അവർക്ക് തോന്നിയിട്ടുമുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയാലോ എന്നവർ ആലോചിക്കുന്ന എനർജീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കംപ്ലീറ്റ്ലി ഇമോഷൻസിന്റെ ഒരു മിക്സ് ആണ് നമുക്ക് ഇവിടെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഇപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഇനി എന്താണ്, മുന്നോട്ട് പോകണോ, ഇനിയൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ഉണ്ടാകുമോ എന്നൊക്കെ അവർക്ക് വളരെയധികം താല്പര്യമുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ നിങ്ങളുമായിട്ട് ഉണ്ടാകാനായിട്ട്. പക്ഷെ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടും അവർ എടുക്കുന്നില്ല. എടുക്കാനൊന്നും അവർക്കിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല.
അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുമായിട്ട് ഒരു പുതിയ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിന് കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. അതായത് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരായിരുന്നാലും അവരിപ്പോ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവര് ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പം അതായത് നിങ്ങളുടെ പേഴ്സന്റെ വൈഫോ ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊരു തേർഡ് പാർട്ടിയാണ്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവര് ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ഈ വ്യക്തി വളരെ ക്ഷമയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. അതായത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. തേർഡ് പാർട്ടി ഇപ്പൊ നോക്കുമ്പോൾ മോശമായിട്ട് എന്തെങ്കിലും ഇവരോട് പറയുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്താൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തികളെ, രണ്ട് വ്യക്തികൾ തമ്മിൽ മനസ്സുകൊണ്ട് നല്ല സ്നേഹമുള്ള ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സ്നേഹത്തോടെ റെസ്പെക്റ്റോടുകൂടി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് പോകുവാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ഇത് യഥാർത്ഥത്തിലുള്ളതല്ല. നമുക്ക് ഇങ്ങനെ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് കാണാനായിട്ട്. അപ്പം അതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, ഈ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പല സമയങ്ങളിലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള ഒരു മെമ്മറി അവർക്ക് വരുന്നുണ്ട്. അപ്പൊ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്കുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിന് കഴിയില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഫാമിലിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നവരോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളെ പരിചയപ്പെട്ട വ്യക്തികളൊക്കെ ആകും. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാറി നിന്ന സമയത്ത് ഫാമിലിയുമായിട്ട് വലിയൊരു നല്ല രീതിയിൽ പോകാതിരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെ പരിചയപ്പെടുകയും നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരികയും ചെയ്ത വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, ഡൈവോഴ്സ് ഒക്കെ ആയ സമയത്ത് ആകാനായിട്ട് നിന്നവരോ ഒക്കെ ആകാം. അപ്പൊ ആ ഒരു കാറ്റഗറിയിലുള്ള വ്യക്തികളാണ് ഇവിടെ കൂടുതൽ എനർജി വരുന്നത്. അപ്പൊ അവര് തിരികെ ഇതിലേക്ക് ഈ ഒരു അവരുടെ പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ മടങ്ങി പോയി എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോ ഫാമിലിയുടെ കൂടെയാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരവിടെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ ലോസ് ഒക്കെ അവർക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അവരുടെ തീരുമാനങ്ങളൊക്കെ തെറ്റായി പോയി എന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. അവർക്കൊരു ബാലൻസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോ അവരുള്ള സ്ഥലത്ത് അവര് വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മാക്സിമം അവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഫിസിക്കലി ആണ് ഇതിനൊക്കെ ഇവർ ട്രൈ ചെയ്യുന്നത്. മെന്റലി അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങൾ കൊണ്ട് അവർക്കിപ്പോ അവിടെ നിന്നേ പറ്റൂ എന്നതാണ് ഒരു സിറ്റുവേഷൻ. ചിലപ്പോ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഇനി നഷ്ടപ്പെടുമോ എന്നോർത്തിട്ടായിരിക്കാം. എന്തോ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് അവിടെ നിന്നേ പറ്റൂ എന്നൊരു അവസ്ഥയാണ്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പരാതികൾ ഒക്കെ ഉണ്ടാകാം. അതൊന്നും വകവയ്ക്കാത്ത ഒരു രീതിയിൽ അവരിങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവരുടെ ഒരു സ്നേഹം അവരിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടിക്ക് തന്നെയാണ്. പക്ഷെ അവർക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. എങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നോക്കിയാൽ ഇതിൽ നിന്ന് ഇറങ്ങി പോന്നാൽ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോയാൽ കൊള്ളാം എന്നൊരു രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ. അതായത് അവരുടെ മനസ്സിന്റെ ഒരു ചിന്തകളും മനസ്സിനുള്ളിന്റെ ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർ പക്ഷെ മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് ഇതിൽ നിന്നൊന്ന് ഇറങ്ങി പോന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്ലാനിങ് അവർ ചെയ്യുന്നതായിട്ട് എനർജി നമുക്ക് വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഡിസിഷൻസ് അവർ എടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവർക്ക് മാനസികമായിട്ട് തേർഡ് പാർട്ടിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. നേരത്തെ ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഇവരുമായിട്ട് കുറച്ച് നാള് അകന്ന് നിന്നതുകൊണ്ടാകാം. ഇവരിപ്പോ ഡിവോഴ്സ് ആയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ, അല്ലെങ്കിൽ ഇനി നമ്മൾ ഡിവോഴ്സിലേക്ക് പോകാം എന്ന രീതിയിൽ കുറച്ച് നാൾ ഈ ഒരു പേഴ്സൺ, വൈഫ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിട്ട് ഇവരുമായിട്ട് ഒന്ന് അകന്ന് നിന്നിട്ടുണ്ടാകാം. അതുകൊണ്ട്
ആ ഒരു അകൽച്ച ഇവരിൽ കുറച്ച് മാനസികമായിട്ടും ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം ഇവർക്ക് ഒത്തുപോകാനായിട്ട് കഴിയാത്തത്. ചിലപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോ അവര് ഈ ഒരു വൈഫ് അല്ല ഹസ്ബൻഡ് കൊടുക്കാത്ത ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ അവർ കൊടുക്കാത്ത ഒരു സ്നേഹമോ ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. അതും ആയിരിക്കാം എനിക്ക് ഇതല്ല യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം, ഇതല്ല യഥാർത്ഥത്തിലുള്ള ഒരു കെയറിങ് എന്ന് ഈ വ്യക്തി ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതൊക്കെ ആയിരിക്കാം ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് എന്തോ ഒത്തുപോകാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മാനസികമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ച് അവിടെ നിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ ഒത്തിരി അവർക്ക് വരുന്നുണ്ട്. നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകിയിട്ടില്ല എന്ന് അവരൊത്തിരി ആ ഒരു കാര്യം ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അവരിപ്പോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചാണ് നിങ്ങളും അവരുമായിട്ടുള്ള ഒരു ലൈഫൊക്കെ. അതൊക്കെ അവർക്കും അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനോ ഒരു ജസ്റ്റിസ് നൽകാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യലി എന്തൊക്കെയോ ഒരു നേട്ടം അവരിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോൾ എന്നും കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവരിപ്പോ ഒരു വളരെ തകർന്ന അവസ്ഥയിൽ നിന്ന് ഒരു സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അതേ സമയത്ത് ഒരു ഡിസിഷൻ ഇപ്പോഴും അവർക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജി കാരണം അവർക്ക് അവരുടെ മൈൻഡിനെ ഒന്ന് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മൊത്തം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ചിറകിലാണ് അവരിപ്പോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവരുടെ മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കാത്തതും ഒക്കെ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. അവർക്ക് തീർത്തും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ. ഒന്നില്ലെങ്കിൽ അവർ സ്പിരിച്വൽ പരമായ കാര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി മാറിക്കഴിഞ്ഞാൽ അവർക്ക് മൈൻഡ് ഒന്ന് റിലീസായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും കഴിയും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വേണ്ടതും അത് തന്നെയാണ്. ഇവർക്കൊരു ക്ലാരിറ്റിയാണ് ശരിക്കും വേണ്ടത്. ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ലോസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. അവര് ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, ഒരു കെയറിങ്, അവരെ കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷനിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നതാണ്, നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ ഒരു റിലേഷനിൽ അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോ ഇവിടെ നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുകയാണ് ഈ വ്യക്തി. അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരിപ്പോ ഒരു മിക്സ്ഡ് അപ്പ് എനർജിയിലാണ് ഉള്ളതെന്ന് പറയാം. കാരണം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുകയാണ് അവരുടെ മനസ്സ്. അപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്ത് പ്രത്യക്ഷത്തിൽ അവര് സ്നേഹം എല്ലാം കാണിക്കുന്നുണ്ട്, വളരെ ഹാപ്പിയായ രീതിയിൽ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അതായത് അവര് കീ കൊടുക്കുമ്പോൾ തുള്ളുന്ന ഒരു പാവയായിട്ടാണ് ഇപ്പൊ ശരിക്കും പറയാൻ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ ഇതാണ്. പക്ഷെ അവരുടെ ഉള്ളില് അതല്ല, വളരെ ഒരു മിസ്സിങ്ങും നിരാശയും ഒക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊരു ചിന്തയും ഒക്കെ ഉണ്ട്. എന്തായാലും അവരെ സന്തോഷിപ്പിക്കുന്ന ഏതോ ഒരു കാര്യം, അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു കാര്യം, അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ലൈഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് എനിക്കറിയില്ല, ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുണ്ട്. എന്താണോ എന്തോ അത് വളരെയധികം അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് അവരെ കുറച്ചെങ്കിലും ഒന്ന് ഹാപ്പിയാക്കി ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അവര് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അവർ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി പോകണം, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി വരണം, എങ്കിലേ അവർക്കൊന്ന് രക്ഷപ്പെടാനാകുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവർക്ക് അതാണ് ഒരു വഴിയുള്ളൂ. ഇതാണ് അവർക്കൊരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ തേർഡ് പാർട്ടി അവിടെ ശക്തമായിട്ട് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി നമുക്ക് ശക്തമായിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ തകർത്ത് കളഞ്ഞ ആ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെയാണ് അവർക്ക് നമ്മളിപ്പോ നോക്കുന്നത്. ഇനി റീയൂണിയൻ ഉണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഒരു ഫീലിങ്സ്, ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർക്ക് തേർഡ് പാർട്ടിയോട് ഇപ്പോൾ ഉള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. Clues related to this reading. Okay.
ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് മ്യൂസിക് എന്ന ഒരു ക്ലൂ ആണ് വന്നിട്ടുള്ളത്. ടാറ്റു ആർട്ട് 1984 എന്നൊരു വർഷം വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാനും ക്രിക്കറ്റ് കളി കാണാനും ഒക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിലെ കവിളില് മറുകുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീച്ചർ, ഓക്കെ, ഒരു ക്ലൂ ആണ്. ടീച്ചർ. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിന്റെ മീനിങ്സും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ്. ഓക്കെ, ലെറ്റർ സി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കണ്ണൂർ ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷവും കിട്ടുന്നുണ്ട്. അതുപോലെ ടീ ലവർ, ഓക്കെ, ചായ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. ചോക്ലേറ്റ് ലവർ. നെക്സ്റ്റ് മന്ത്. ലെറ്റർ എൻ. നമ്പർ 43. നമ്പർ 31. ലെറ്റർ 5. നമ്പർ 5 ആണ്. നമ്പർ 5. ലെറ്റർ എക്സ്. ജൂലൈ മന്ത്. ഓക്കെ, അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.